ഇവിടെ മിഡ് സമ്മർ ഡേ ഒക്കെ ആയിട്ട് നമ്മൾ രാവിലെ എണീറ്റ് വന്നപ്പോ 10 മണി. പനിയൊക്കെ ആയിട്ട് നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിച്ചപ്പോഴാണ് ഏവക്കുട്ടന് ചെറിയൊരു ആശ്വാസം കിട്ടിയത്. അങ്ങനെ എണീറ്റ് റെഡി ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ കഴിക്കാനായിട്ട് പൊറേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് സിനമോൺ ഷുഗറും ബട്ടറും പിന്നെ കുറച്ച് ബെറീസും ഒക്കെ ആഡ് ചെയ്താൽ ഏവക്കുട്ടന് വലിയ ഇഷ്ടമാണ്. ഞാനും അത് തന്നെയാണ് കഴിക്കാൻ എടുത്തത്. ഏവക്കുട്ടൻ പറയും പൊറേജ് എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോ യാർഡിലേക്ക് വന്നത് നമ്മുടെ ബെറീസ് ഒക്കെ എന്തായെന്ന് നോക്കാനാണ്. എല്ലാം റെഡിയായി വരുന്നു. ഗൂസ്ബെറീസ് ഒക്കെ അല്പം വലുതായി വന്നിട്ടുണ്ട്. ഈ പ്രായത്തിൽ പിച്ചി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഇത് പിച്ചുമ്പോ മുള്ളു കൊള്ളാതെ സൂക്ഷിക്കണം ഏവക്കുട്ടനോട് പറഞ്ഞിട്ട് അവസാനം എന്റെ കയ്യിൽ മുള്ളു കൊണ്ടു. അങ്ങനെ ബെറീസ് ഒക്കെ പിച്ച് പോക്കറ്റിലാക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഏവക്കുട്ടൻ അവൾക്ക് വേണ്ടിയിട്ട് പുതിയ ബ്രേസ്ലെറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവധി ദിവസങ്ങൾ ബോറടിക്കാതെ അവളെ ഇങ്ങനെ എൻഗേജ് ആക്കി വെക്കാനുള്ള കുഞ്ഞു കുഞ്ഞു വിദ്യകളാണ് ഇതൊക്കെ. എന്തായാലും അതങ്ങനെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ അല്ലേ? അതെ, പനി ആയതുകൊണ്ട് മരുന്ന് കഴിക്കണം. നല്ല കുട്ടിയായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ട് ഏവക്കുട്ടന് ക്രീം റോൾ ആണ് കഴിക്കാൻ കൊടുത്തത്. പിന്നീട് ശ്വാസം മുട്ടിയിരിക്കുന്ന ഈ ലോണ്ടറി ബാഗിന് അല്പം ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് തുണികൾ എടുത്ത് കഴുകാനിട്ടു. അപ്പോഴേക്കും ഏവക്കുട്ടൻ വന്നിട്ട് അവളുടെ 1-2 തുണികൾ എടുത്തിട്ട് തന്നെത്താൻ കഴുകുകയാണ്. അങ്ങനെ തുണിയൊക്കെ കഴുകിയ ശേഷം ചൂടുവെള്ളത്തിൽ ഒരു മേല് കഴുകും അങ്ങ് പാസ്സാക്കി. മേലൊക്കെ കഴുകി വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഇനി അല്പം മേക്കപ്പ് ആവാം. കുളി കഴിഞ്ഞാൽ നനവോടെ ദേഹത്ത് പറ്റണം, എന്നാലേ വെളുക്കുള്ളൂ. അങ്ങനെ മേക്കപ്പ് ഇട്ടു. പനിയുള്ളവരോട് അല്പം അകലം പാലിച്ച് നിൽക്കണം എന്ന് പറയുന്ന കേൾക്കാതെ പനി പിടിപ്പിച്ചിട്ട് വിനോദിന്റെ ദേഷ്യം കണ്ടില്ലേ?